നമസ്കാരം. ഓർമ്മയിലെന്നും സുബി സുരേഷ്. കഴിഞ്ഞ എപ്പിസോഡുകളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ ഞങ്ങളുടെ എല്ലാം കൂടെ ഒരുപാട് വേദികളിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിലുണ്ടായിരുന്ന ഒരാളാണ് സുബി സുരേഷ്. വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം വലിയ അടുപ്പമുള്ള ഒരാളാണ് സുബി സുരേഷ്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് പലതവണ വന്നിട്ടുള്ള സുബിയുടെ നല്ല ഓർമ്മകളുമായി ഓർമ്മയിലെന്നും തുടരുന്നു. സുബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുബി ഡാൻസ് ആയിരുന്നു ആദ്യം, ഡാൻസിൽ നിന്ന് ഹ്യൂമറിലേക്ക് വന്നതാണ് എന്ന്. നമ്മളോടൊപ്പം പരിപാടി ചെയ്തിട്ടുള്ള പലരെയും നോക്കിയാലും ഡാൻസ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ദേവി ചന്ദന ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ക്ലാസിക്കൽ ഡാൻസിൽ. ദശനിത്യം ആദ്യം ഡാൻസ് ആയിരുന്നു. ഡാൻസിൽ നിന്നും ഹ്യൂമറിലേക്ക് വന്ന ഒരാൾ, പിന്നീട് ഒരുപാട് സിനിമകളിൽ വളരെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരാൾ, സ്റ്റേജുകളിൽ അപാരമായ കോമഡി ടൈമിംഗ് കൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാൾ. ഈ കലാകാരിയുടെ ഒരു വലിയ പ്രസക്തി, ഞാൻ ഇവരെ ആദ്യം കാണുന്നത് സുബിയുടെ ട്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ. സുബിക്ക് ഒരു ചെറിയ ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ ഡാൻസറായിട്ട് വന്ന സമയത്താണ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭ, സ്വാഗതം ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. അല്ല, ശരിക്കും കൃഷ്ണപ്രഭ സുബിയുടെ ഡാൻസ് ട്രൂപ്പിൽ നിന്നാണോ അല്ലേ? അതെ, അതെ, എനിക്കൊരു പുതിയ അറിവാണ് സത്യം പറഞ്ഞു. പറ കൃഷ്ണപ്രഭ, എങ്ങനെയാണ് സുബിയുടെ ട്രൂപ്പിലെത്തുന്നത്? നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കരിയറിൽ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുബി ചേച്ചി. അപ്പോൾ ഈ ഞാൻ 10th കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫ്സിലായിരുന്നു ഞാൻ 10th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് +1 ഞാൻ +1 മുതൽ സേക്രഡ് ഹാർട്സിൽ, തേവര സേക്രഡ് ഹാർട്സിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ചെറിയ റാമ്പ് ഷോസുകളും ചെറിയ ചെറിയ മോഡലിംഗ്, വലിയ മോഡലിംഗ് ഒന്നുമല്ല, ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ കോളേജിലുള്ള പിള്ളേരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോസൊക്കെ ആയിട്ട് പോകുമ്പോൾ അന്ന് വിദ്യായസ് മേനൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യയുടെ അമ്മയും നമ്മുടെ അംബിക ആൻറ്റി, സുബിശേഷിയുടെ അമ്മയും തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി ഇങ്ങനെ ചോദിച്ചു, സുബി ചേച്ചി ഇങ്ങനെ സിനിമയിലൊക്കെ ഉള്ള സുബിത, ശരിക്കും സുബി ചേച്ചിയുടെ ഫുൾ നെയിം സുബിത എന്നാണ് കേട്ടോ. അത് പുതിയ അറിവാണോ? ആണോ? അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അതിൽ ക്ലാസിക്കൽ അറിയാവുന്ന ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന, നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കലിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ നോക്കുന്നുണ്ട്. കൃഷ്ണയ്ക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ മാത്രം ഈ ക്ലാസിക്കൽ ഇത് ഒക്കെ മാത്രമായിട്ട്, പിന്നെ എൻ്റെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന അമ്പലം പ്രോഗ്രാമുകളിൽ ക്ലാസിക്കൽ മാത്രമായിട്ട് ചെയ്തിരുന്ന സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കൊള്ളാം, കാരണം നമുക്ക് ഈ TV-യിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസും സിനിമയൊക്കെ കണ്ടൊക്കെ വലിയ താല്പര്യമുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴാണല്ലോ അമ്മയ്ക്കും വലിയ താല്പര്യമാണ്, ചേട്ടനും ഒക്കെ താല്പര്യമാണ്. ഓക്കെ, എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പിൽ വരുന്നത് സുബി ചേച്ചിയുടെ ടീമിലാണ്. അവിടെ നിന്നാണ് ഒരുപാട് ഇങ്ങനെ സ്റ്റേജ് ഷോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷാജോൻ ചേട്ടനൊക്കെ കട്ടപ്പന ഫെസ്റ്റിൽ അന്ന് കൽപ്പന ചേച്ചി, ജഗദീഷ് ചേട്ടൻ, കോട്ടയം നസീർക്ക, ഷാജോൻ ചേട്ടൻ, ഇവരൊക്കെ കട്ടപ്പന ഫെസ്റ്റിന് അന്ന് സുബി ചേച്ചിയുടെ ടീം ഞങ്ങളാണ്. ചേച്ചി സെൻട്രൽ ഗേളാണ്, ഞാൻ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ ആയിട്ട് ആണ് ഡാൻസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴും കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനും അമ്മയോടൊക്കെ പറയും, എന്തേ കലാഭവൻ, ഷാജോൻ, കോട്ടയം നസീർ, അങ്ങനെ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും കണ്ടു തുടങ്ങിയും പരിചയപ്പെട്ടതും എല്ലാം സുബി ചേച്ചിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുബി ചേച്ചി. പിന്നീട് ഒരുപാട് സ്റ്റേജ് ഷോകൾ, പിന്നെ ചേച്ചി സെൻട്രൽ ഗേൾ ആയിട്ട് ചെയ്യാത്ത ചില ഐറ്റംസ് ചേച്ചി തന്നെ എൻ്റെ അടുത്ത് പറയും, കൃഷ്ണ ചെയ്തു കേട്ടോ. അന്ന് ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ വന്നത്. പക്ഷെ പിന്നീട് എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ച് വെസ്റ്റേണൊക്കെ ചെയ്തു തുടങ്ങി, ഫോക്ക് സ്റ്റൈലൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ചേച്ചി കളിക്കാത്തപ്പോൾ പറയും അത് കൃഷ്ണ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഞാൻ വേറെ ട്രൂപ്പുകളിലേക്കും ഒക്കെ പോയി, പിന്നെ TV-യിലെ ചാനൽ പ്രോഗ്രാംസും എല്ലാം ചെയ്തതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചേച്ചിയുടെ നിന്നാണ്. അന്ന് പിഷുവിനൊക്കെ പരിചയപ്പെടുന്നത് ഞാൻ അവിടെ നിന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കൃഷ്ണപ്രഭയെ 2 സ്ഥലങ്ങൾ, കൃഷ്ണപ്രഭയെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ, ഒന്ന് ചാലക്കുടി ചന്തപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കൃഷ്ണപ്രഭയുടെ മഹാഗണപതിയും വെച്ച് ഓപ്പണിംഗ് ഡാൻസ് ഒക്കെ വെച്ചിട്ടൊരു ഡാൻസ് രീതി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ കൊച്ചി എയർപോർട്ടിന്റെ വാർഷികത്തിന് പരിപാടി ഉണ്ടായിരുന്നു, നസീർക്കയുടെ ഷോ ആയിരുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ 2 ആർട്ടിസ്റ്റുകൾ, എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് പിറ്റേന്ന് നെൽസണും കിഷോറും, ഇവർക്ക് നസീർക്കയുടെ കൂടെ പരിപാടി.
ഇവർ തലേന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പോകാണ്ട് എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിറ്റേന്ന് നസീർക്കയുടെ പരിപാടിക്ക് പോകാൻ ഞാൻ അവരെ നസീർക്കയുടെ പരിപാടിക്ക് കൊണ്ടാക്കിയിട്ട് ഞാനത് കാണാൻ നിൽക്കുമ്പം ഗുണ്ടുമാങ്ങ തോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൊക്കലങ്ക കുലകലങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് തത്തയുടെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ തത്തയുടെ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്, സുബിയും അവരും ഇവരും ഒക്കെ. അപ്പൊ ഞാനത് ഇപ്പൊ കൃഷ്ണപ്രഭ നല്ലൊരു കൊച്ചതിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സുബി നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ. കൃഷ്ണപ്രഭ ഒരു പുതിയ കൊച്ചിനെ കാണുകയും ചെയ്തു. ഞാൻ ചെന്ന് ഈ സുബിയോട് ചോദിച്ചു, സുബി നിന്റെ കൂടെ ആ കൊക്കരങ്ക എന്ന് പറഞ്ഞാൽ അത് കളിച്ചത് ആരാന്ന് ചോദിച്ചു. വിഷു ആയിലുള്ള 8 പേരും ഒരേ സ്റ്റെപ്പല്ലേ കളിച്ചു. അപ്പൊ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയൂന്ന് ചോദിച്ചു. ഞാനറിയാതെ ഇത് ഞാൻ ഒരാളെ നോക്കിയിരുന്ന കണ്ടത്. അപ്പൊ ഞാൻ ഈ കൃഷ്ണപ്രഭനെ കണ്ടിട്ട് ഞാൻ ചെന്ന കൊക്കരങ്ക അരച്ചപ്പോ ഇത് 8 പേരും ഒരാളല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് പുതിയ കൊച്ചാണ്, ഞങ്ങൾക്ക് അത് തന്നെ നോക്കിയിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് അറിയാം എന്നും കൂടെ സുബി പറഞ്ഞു. സുബിയുടെ കൂടെ കൃഷ്ണപ്രഭ സുബി ചേച്ചിയുടെ ടീമിൽ ഞാനൊരു 3-4 കൊല്ലത്തോളം, ഒരു 5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അല്ല, കൃഷ്ണ മുമ്പ് പറഞ്ഞില്ലേ സുബി ഇങ്ങനെ അറിയാത്ത ഐറ്റംസ് കൂടെ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. അങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിട്ട് സുബിനെ തോന്നുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം നമ്മുടെ മിമിക്രി അസോസിയേഷനിൽ സുബി കുറേ വർഷക്കാലം എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടിരുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ ഓരോ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറുമ്പം സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് സുബിയുടെയാണ്. പക്ഷെ അപ്പോഴൊക്കെ സുബി പറയുന്ന കുറേ പേരുകളുണ്ട്, അയ്യോ ഞാനിപ്രാവശ്യം ഇല്ല, അവരെ മറ്റേ ആളെയാക്ക് അല്ലെങ്കിൽ ഇവരെയാക്ക്. അപ്പോൾ അവളില്ലെങ്കിൽ കൂടിയും അവിടെയുള്ള ബാക്കി ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഷോസൊക്കെ വരുമല്ലോ. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഐറ്റംസുകളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ന ഐറ്റം കൊടുക്കുക, അല്ല അത് നീ ചെയ്യുന്നല്ല, അല്ല വേണ്ട ചേട്ടാ അത് എൻ്റെ തെസ്നത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്യട്ടെ, അല്ലെ കൃഷ്ണ ചെയ്യട്ടെ, അല്ല അവർ ചെയ്യട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഒരു മടിയില്ലായിരുന്ന ഒരാളായിട്ടാണ്. അതെ അതെ അതെ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടായിരുന്നു ആദ്യം വന്ന്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവർ പെട്ടെന്ന് വെസ്റ്റേൺ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഇച്ചിരി ഒരു ഓക്വേർഡാണ് കാണുന്നത്. കാരണം മോഹിനിയാട്ടം കളിക്കും പോലെയൊക്കെ തന്നെ ചിലപ്പോൾ ബോളിവുഡ് സ്റ്റൈലൊക്കെ. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കുറേ കളിയാക്കലൊക്കെ ഞാൻ ഏറ്റുവങ്ങിയിട്ടുണ്ട്. ഇതെന്നെ കളിക്കണം, ഇതെല്ലാം ഒരേപോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയൊക്കെ പറയും അത് കുഴപ്പമില്ല, നമ്മൾ ഫോക്ക് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വീഡിയോസ് കണ്ട് പഠിച്ച്. ചേച്ചി അന്ന് ഓരോ പാട്ടൊക്കെ സെലക്ട് ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഇപ്പം അന്നൊക്കെ നമ്മളെപ്പോഴും കൂടുതൽ മലയാളമൊക്കെ തന്നെയല്ലേ കണ്ടിരുന്നത്. നമ്മൾ തമിഴ് തെലുങ്ക് പാട്ടുകളൊന്നും അങ്ങനെ വലിയായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സച്ചിനിലെ പാട്ടൊക്കെ ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ പുതിയ പാട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും. സ്റ്റൈല് എൻ്റെ ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റൈലും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ പുതിയ ഈ ചാനൽ ഷോസിലൊക്കെ, ഈ കോമഡി ഷോസിലൊക്കെ നമ്മൾ ജഡ്ജായിട്ടിരിക്കുമ്പോഴും ഈ പുതിയ പെൺകുട്ടികൾ വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സുബിയാണ്. അപ്പം നമ്മൾ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്ന സുബിയായിട്ട്. നിങ്ങൾ ഉഗ്രനാണ് കേട്ടോ, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ്. ചില സമയത്ത് സുബിയുടെ ചില സാമ്യം വരുന്നുണ്ടെന്ന് പറയുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്, മനസ്സിലായി. അപ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ താങ്ക് യു കേട്ടോ, സുബി ചേച്ചിയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് പറയാറുണ്ട്. കാര്യം നമുക്ക് ഈ സ്റ്റേജിൽ ഒരു പെൺകുട്ടി ഭംഗിയായിട്ടൊരു സ്കിറ്റ് പെർഫോം ചെയ്യുമ്പം നമുക്ക് വേറെ ആരും ഓർമ്മ വരില്ല. ഇപ്പോഴും നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ ഇപ്പം അറിയാതെ ഞാനത് പറയാൻ പറ്റുമായിരുന്നു, ടിനിച്ചേട്ടൻ പറഞ്ഞതിന് പറയാൻ പറ്റുമായിരുന്നു. ചേട്ടൻ പറ, അത് തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനെ നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ അത് ഇങ്ങനെ അറിയാതെ അറിയാണ്ട് വരും. ഞാൻ ഈ ഇടയ്ക്കൊരു എൻ്റെ വീട്ടിലൊരു ചടങ്ങിന് ഇങ്ങനെ പലരും കെട്ടായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരു ദിവസം ഇന്ന ആൾക്കാർ വരും. ഒരു ദിവസം നമ്മുടെ പരിചയത്തിലുള്ള ഈ സാഹൻ ചേട്ടൻ സുബി അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞു സുബിയോ എന്ന് ചോദിച്ചു എന്നോട്. കാരണം നമുക്കിത് ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞാനിത് വണ്ടിയിൽ ഇരിക്കുമ്പം നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ പിഷാരരുടെ ഷോയുടെ ഇതാണ്, നാളെ ആരെക്കുറിച്ച് ഇൻ്റർവ്യൂ, ഇത് ആരുടെ എപ്പിസോഡ്, ഞാൻ പറഞ്ഞു സുബിയുടെ. അപ്പോൾ എൻ്റെ വൈഫിനോട് പറയും സുബിയൊക്കെ മരിച്ചു എന്നുള്ള ഇപ്പോഴും അങ്ങോട്ട് എൻ്റെ വൈഫ് പറഞ്ഞാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് നമ്മളിലൂടെയാണ് പരിചയം. അല്ല, ഇതെന്നാന്നറിയോ, നമ്മള് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്ന ചിലപ്പോൾ ചേച്ചി എവിടെയെങ്കിലും എബ്രോഡ് ഒരു ഷോയ്ക്ക് പോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഫീലേ നമുക്ക് വരുന്നുള്ളൂ. സംഘടന ഷോ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കിറ്റ് എഴുതാനിരിക്കുമ്പോഴും നമുക്ക് ഈ പ്രശ്നം ഇത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ വന്നു. കാരണം അതിനു മുമ്പത്തെ തവണ ദേവിചന്ദ്രനെ സുബി ഞാനും കൂടിയാണ് ഒരു സ്കിറ്റ് ചെയ്തത്. അതായത് കൊറോണ കാലത്ത് ഒരു മിമിക്രിക്കാരൻ വരുന്ന ഇതെന്ന്. അപ്പോൾ ഇത്തവണയും എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആൾക്കാരാണ് അവർ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ അറിയാണ്ട് വന്ന് അപ്പോഴവർ പിന്നെ മനസ്സിലായി. ഇവക്ക് പിന്നെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ടല്ലോ, ഈ എവിടെയെങ്കിലും എത്തിയാൽ ഈ സുബിയൊക്കെ അവിടുത്തുകാരിയാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ USA പോയാൽ വേറൊരു നാട്ടിലൊക്കെ പോയാൽ നമ്മളുണ്ടാവല്ലോ,
ഇവര് അവിടെ എത്രയോ 50 വർഷമായി താമസിക്കുന്നൊക്കെ തോന്നി. ഇപ്പൊ നമ്മൾ ഫിലാഡൽഫിയക്ക് ഫിലിന്ന് നമ്മൾ പറയുമോ? നാളെ നമ്മളിവിടെ ഫിലാഡൽഫിയയിലാണെന്നല്ലേ പറയുള്ളൂ. സുബിയൊക്കെ എത്തിയ പിറ്റേന്ന് തൊട്ട് 16-ാം തീയതി ഫിലി, നമ്മൾ ചിക്കാഗോ എന്ന് തന്നെയല്ലേ പറയുന്നത്, അവിടുത്തുകാരല്ലേ ഷിക്കാഗോ എന്നൊക്കെ പറയുള്ളൂ. സുബി അവിടെ എത്തിയ ഇവിടെ എത്തി കൊച്ചിയിൽ ഇറങ്ങുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചിട്ട്. അല്ല, നമുക്ക് ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറഞ്ഞറിയോ, ഈ നമ്മളെ നോക്കിയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഭയങ്കര വൃത്തിയാണല്ലോ, അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും മൂക്കിന്റെ ഇവിടെ ചേട്ടാ മൂക്കിന്റെ അവിടെ മാറ്റി വിടാം. നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ അതൊരു ഈ മര്യാദ ഇല്ലാണ്ട് പറഞ്ഞോളെ നമുക്ക് സങ്കടം. മനുഷ്യനല്ലേ, നമ്മളിപ്പോ ഒരാളിപ്പോ നിങ്ങളുടെ കണ്ണിൽ പിള്ളേരിപ്പുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കണ്ണു തട്ടിക്കുക, കണ്ണിൽ സാധനം ഉണ്ടെന്നല്ലേ പറയുള്ളൂ. എങ്ങനെ അറിയോ ചേട്ടാ, കണ്ണി പീള ഇരിക്കുന്നത് തട്ടിക്കളാ, നിങ്ങളുടെ കണ്ണിൽ എന്താ ഇരിക്കുന്നത്, ഇത്രയും ഒച്ചത്തിൽ പറഞ്ഞോളെ. നമ്മള് പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡത്തേക്ക് അയ്യോ ഇത് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞോളെ. നല്ല മറ്റൊരു കാര്യമുള്ളത്, ഇവളുടെ വലിയ സ്വപ്നമായിരുന്നു വീട് പണി. വീട് പണിയുടെ ഘട്ടം. അപ്പൊ എന്റെ വീട് പണി എപ്പോഴാവും, എന്റെ വീട് പണി ഇപ്പത്തൊരു, എന്റെ വീട് ഇത്രയായി നിൽക്കുന്ന നിരന്തരമൊക്കെ ആയിട്ട് പറയായിരുന്നു. അപ്പം ഈ പേരിടല് എനിക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ. പലരുടെയും പിള്ളേർക്ക് പേരിടാനും അതിനും ഇതിനൊക്കെ എന്നെ വിളിക്കുമല്ലോ. അപ്പൊ TV ഷോകൾക്ക് പേരിടാനൊക്കെ വിളിക്കും. അപ്പൊ സുബി വീട് പണി തീരുന്ന സമയമായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒരു പേരും മാച്ചാവുന്നില്ല, എന്തേലും പേര് പറഞ്ഞു തരുമോ? അപ്പൊ ഇവളുടെ പേരല്ല, അനിയന്റെ പേര്, വീട്ടുകാരുടെ പേര്, തറവാടിന്റെ പേര് അല്ല അത് നമുക്ക് വീടിന് അങ്ങനെ മനുഷ്യനിടുന്ന പോലത്തെ പേരൊന്നും ഇടാൻ പറ്റൂല്ലോ. അപ്പം ഇവിടെ തന്നെ ഒരു ആലോചിച്ച കുറെ പേരുകൾ എന്നോട് പറഞ്ഞു തന്നു. ഇന്ന പേര് എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഇവർക്കൊരു 10% പോലും ഇഷ്ടമാവുന്നില്ല. അപ്പൊ ഞാൻ പറയാം, എന്റെ വീടിന് ആ പേര് പറ്റുന്നില്ല, എന്റെ വീടിന് ഈ പേര് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു എന്റെ വീട് ഇടാൻ പറഞ്ഞു എളുപ്പത്തി. അത് സൂപ്പറാ, ഞാൻ കൺവിൻസ് ആയി. കാരണം സുബിക്ക് അത് എന്റെ വീട് എന്നുള്ളതിനപ്പുറം അതിന് മറ്റൊരു പേരിട്ട് അതിനോടൊരു അകൽച്ച തോന്നാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. അതുകൊണ്ട് സുബിയുടെ വീടിന്റെ പേര് എന്റെ വീടെന്ന. ഇപ്പോഴും അഡ്രസ്സിൽ സുബി സുരേഷ് എന്റെ വീട് വരാപ്പുഴാന്ന കിടക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത പേരാ അത്. പക്ഷെ അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വേറൊരു പേര് കിട്ടുന്നതിനേക്കാൾ നമ്മളാണ് അയ്യേ ഇതെന്ത് പേരാന്ന് ആലോചിക്കത്തില്ലേ. കാരണം മറ്റൊന്ന് വീട്ടിലുള്ള എല്ലാവർക്കും പറയാം എന്റെ വീടെന്ന്. നമുക്കും പോയാൽ പറയാം എന്റെ വീട്ടിലെ സുബിന്ന് നമുക്ക് പറയാലോ, സങ്കടമില്ലല്ലോ. നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാം സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള ഒരുപാട് സിനിമകളിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സാജൻ വള്ളുരുത്തി സുബി സുരേഷിനെ ഓർക്കുന്നു. സുബിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വൈറ്റിലയിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഡാൻസ് മാസ്റ്റർ അന്ന് രാജേഷാണ്. രാജേഷിൻ്റെ കൂടെയാണ് അന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നീട് അതിന് ശേഷം സിനിമാലയിലൂടെ പല എപ്പിസോഡുകളിലും എനിക്ക് പേരായിട്ടും അല്ലാതെയൊക്കെ സുബി അതിനകത്തുണ്ടായിട്ടുണ്ട്. ഡാൻസ് മാത്രം കളിക്കുന്ന ഒരു സുബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡാൻസ് പിന്നെ മാറ്റിവെച്ച് സ്കിറ്റിലേക്ക് വന്ന മിമിക്രിക്കാർക്കിടയിൽ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ പുറത്ത് പ്രോഗ്രാമിന് പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് കളിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. പെട്ടെന്ന് പഠിക്കാനും അതുപോലെ നമ്മളോടൊപ്പം ഇടപഴകി ഞങ്ങൾ തന്നെ ഒരു 10-20 കൊല്ലം പഴക്കമുള്ള ഒരു ബാച്ച് തന്നെ ഉണ്ടായിരുന്നു. ആ ബാച്ചിലെ ഒരു പ്രധാന ആള് സുബി തന്നെയായിരുന്നു. ലാസ്റ്റ് പ്രോഗ്രാം ബീഹാറിൽ, ജാർഖണ്ഡിൽ, അതാണ് സുബി ചെയ്ത ലാസ്റ്റ് സ്കിറ്റും പങ്കെടുത്ത സ്റ്റേജ് പരിപാടിയും. അതിനുശേഷമാണ് സുബിയുടെ നില ഇത്തിരി മാറുന്നത്. പക്ഷെ എങ്കിലും ആ ചെയ്ത പരിപാടികളിലെല്ലാം അവസാനത്തെ പരിപാടിയാണെങ്കിൽ പോലും എനിക്കിത്തിരി ക്ഷീണമുണ്ട്, വയ്യ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സജീവമായിട്ട് അവിടെ നിന്നു, ഞങ്ങളോടൊപ്പം നിന്ന് പ്രോഗ്രാം ചെയ്തു. ഒരുപാട് ഓർമ്മകൾ തന്നതിന് ശേഷം ഇപ്പോൾ സുബിയെ ഞങ്ങളെല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സാജൻ ചേട്ടൻ പറഞ്ഞ പരിപാടി ജാർഖണ്ഡിലായിരുന്നു സുബിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഷോ സുബി അവതരിപ്പിച്ചത്. ആ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ച ഒരാൾ ഇനി നമ്മളോടൊപ്പം ഇവിടത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സുബിയുടെ ജീവിതത്തിലൊരു വലിയ പ്രസക്തിയുള്ള ആളാണ്, നമുക്കറിയാവുന്ന ആളാണ്. അയാളെ നമ്മുടെ ഓർമ്മയിലെന്നും സുബി എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് കൃഷ്ണപ്രഭ വന്നതിൽ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇപ്പോഴീ പറഞ്ഞ ജാർഖണ്ഡിലെ ഷോ സംഘടിപ്പിച്ച ഒരു കലാകാരൻ, അദ്ദേഹം 2 ദശകങ്ങളിലധികമായി മിമിക്രി സ്റ്റേജ് വേദികളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. നിരവധി ഷോകളുടെ സംഘാടകനാണ്. സുബിയുടെ വ്യക്തിജീവിതത്തിലും ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം സംസാരിക്കാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുഹൃത്ത്, സഹപ്രവർത്തകൻ, പ്രിയപ്പെട്ട രാഹുൽ.
രാഹുൽ, സ്വാഗതം. ഓർമ്മയിൽ നിന്നും സുബി എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. രാഹുല് ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുന്ന ആളാണ്. രാഹുലിനെ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചതും അറിഞ്ഞതും സുബിയുടെ വിയോഗത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ്. സുബി ഞങ്ങളീ പറഞ്ഞ ഇത്രയും നേരം സംസാരിച്ച സംസാരങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞു സുബിയോട് ഒരാൾക്ക് അടുക്കാൻ വലിയ പാടായിരുന്നു. സുബി അങ്ങനെയുള്ള സുബി ഫീൽഡിൽ നിന്ന് ഒരു കാലത്തും ഒരു പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരാളുടെ പേരിനോടൊപ്പം സുബിയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല. ഞങ്ങളും സുബിയുടെ അമ്മയും ഒക്കെ സുബിയോട് പലതവണ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം, സെറ്റിൽ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എത്രയോ തവണ അത് പരിചയമുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ് കാരണമെന്നറിയാതെ സുബി അതിനെ നിഷേധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കത് വേണ്ട, എനിക്കത് ശരിയാവില്ല, എനിക്കൊരു വീട്ടിൽ ഒരാളോടൊപ്പം സെറ്റിലാവുക എന്ന് പറയുന്നതിന് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് സുബി. അങ്ങനെ സുബിക്ക് വയ്യാതാവുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സുബി വ്യക്തിപരമായി എന്നെ ഫോണിൽ വിളിച്ചു. എന്നൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒരു കാര്യം പറയാം, അഭിപ്രായം പറയണം. ഞാൻ ഇങ്ങനെ നിങ്ങളൊക്കെ പല തവണകളായി വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു, എന്നാൽ വിവാഹം കഴിച്ചാലോ എന്നൊരു ചിന്ത എനിക്കും ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് ആരാണ് ചോദിച്ചാൽ പറഞ്ഞത് രാഹുലാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, രാഹുലിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതിനൊരു തീയതി നിശ്ചയിക്കുകയോ അതിനൊരു ഡേറ്റ് നിശ്ചയിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സുബിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ശയ്യാവലംബയാവുകയും നമ്മളെ വിട്ട് പോവുകയൊക്കെ ചെയ്തു. രാഹുലാണ് അന്ന് സുബിയുടെ ആ ഒരു തീരുമാനത്തിന് ശേഷം സുബി ആശുപത്രിയിലായ ഒരുപാട് ദിവസങ്ങൾ നമ്മളവിടെ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുകയും ഒപ്പം അത് കഴിഞ്ഞും ഇപ്പോഴും അമ്പി ആൻറ്റിയുടെ ഒക്കെ അടുത്ത് പലപ്പോഴും ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാഹുൽ. രാഹുൽ വ്യക്തിപരമായിട്ട് രാഹുലിന് പറയാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ രാഹുലിന് അറിയാത്ത, പറയണമെന്ന് ആഗ്രഹിക്കാത്ത യാതൊരു കാര്യങ്ങളും ഇവിടെ പറയേണ്ട, യാതൊരു കാര്യങ്ങളും പറയണമെന്നോ കേൾക്കണമെന്നോ നമ്മൾ നിർബന്ധിക്കുന്നുമില്ല. അല്ല, നിങ്ങൾ ഒന്നിച്ചൊരു കാനഡയിൽ ഒരു ഷോ രാഹുൽ കോർഡിനേറ്റ് ചെയ്തൊരു ഷോയ്ക്ക് പോയി. ആ സമയത്താണോ നിങ്ങൾ തമ്മിലൊരു വിവാഹം കഴിക്കാൻ? കാരണം സുബിയും രാഹുലും ഒരു വലിയ പ്രണയം ഒരുപാട് കാലം ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവര് പ്രണയിച്ച് നടന്നിട്ടില്ല, ഇവർ വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതാണ്. സുബിക്ക് അങ്ങനെ പ്രണയം, ഒരു റൊമാൻറ്റിക് സുബിയെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അപ്പൊ പ്രണയമായിരുന്നില്ല, ഇവർ വിവാഹം വളരെ പ്രായോഗിക ചിന്തയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു. അത് കാനഡയിൽ നിന്നാണോ തീരുമാനിക്കുന്നത്? സുബിനെ നേരത്തെ തൊട്ട് അറിയാം. സുബിയും സെൻട്രസ് പഠിക്കുമ്പോൾ ഞാൻ മാരാസിലുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല. പിന്നെ സിനിമയിലെല്ലാം ഇടയ്ക്ക് കാണും, പിന്നെ ഇടയ്ക്ക് സിനിമയില ഗ്രൂപ്പിലൂടെ പ്രോഗ്രാമിന് പോകുമ്പോൾ കാണും, നിങ്ങളൊക്കെ ഉള്ള സമയത്ത്. പിന്നീട് ഈ കാനഡയോടുകൂടി കൂടുതൽ അടുത്തു അറ്റാച്ചായി. കാനഡ അല്ല, ഞങ്ങൾ വിസ പ്രോസസ്സിങ്ങിന് പോണ സമയമുണ്ടല്ലോ, അല്ല ബാംഗ്ലൂരാണ് ബയോമെട്രിക്കിന് പോണ സമയത്ത് ഈ വിസ എല്ലാവരും കോവിഡ് കഴിഞ്ഞിട്ട് ആർക്കും വിസ കൊടുക്കണില്ല, പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടുന്ന് അങ്ങനെ ആരും പോയിട്ടില്ല. വിസ ഞങ്ങൾക്കാണ് കിട്ടുന്നത്. ഞാൻ, സാജൻ ചേട്ടൻ, ജാസി ഗിഫ്റ്റ്, അനൂപ് കോളം, അങ്ങനെ ഒരു വലിയൊരു ബാച്ചാണ്. വേറെ പല പ്രമുഖന്മാർക്കും വിസ റിജക്റ്റായി. കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യം കേരളത്തിൽ നിന്ന് പോകുന്ന ട്രിപ്പ് രാഹുൽ കൊണ്ടുപോകുന്ന ട്രിപ്പാണ്. അതാണ്. അതെ, അതിനാണ് ഞാൻ അവിടെ പോയി. അപ്പോൾ ആദ്യം ഞങ്ങൾ ബയോമെട്രിക് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വിസക്ക് പോയപ്പോൾ ഈ വിസ കിട്ടിയ ഇല്ല എന്നൊക്കെ വിളിച്ചാകെ ചോദിക്കണത് സുബി മാത്രമാണ്. എന്തായി രാഹുലെ, നമുക്ക് നടക്കുമോ, പോക്ക് നടക്കുമോ? വേറെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും. അപ്പോൾ ഇത് വിളിച്ചിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു ബോണ്ടിങ് ഉണ്ടെന്ന്, എന്തോ ഒരു ഇതുണ്ടെന്ന്. സുബിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നേരത്തെ നമ്മൾ പലതവണ അത് പറഞ്ഞു. ബാക്കിയുള്ളവർ വിട്ടാലും സുബി എല്ലാവരും കെയർ ചെയ്യുന്ന ഒരാളാണ്. ഈ എനിക്ക് വിസ തന്നെ ഇല്ല. നമ്മുടെ ഇവിടുന്ന് പാസ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നുമില്ല. അവിടെ ചാക്കണക്ക് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലേ, അങ്ങനെ ഒരു ടെൻഷൻ. അപ്പോൾ സുബി വിളിച്ച് സമാധാനിപ്പിക്കും, കിട്ടിയിട്ട് പോന്നാൽ മതി. ഇവിടെ നിന്ന് കാലത്ത് ഫ്ലൈറ്റിന് പോവും. അപ്പോൾ 2-3 തവണയൊക്കെ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സുബിയാണത് വിളിച്ച് ആ ഷോ നടക്കുന്നു. ഞങ്ങൾ പോണതാണെങ്കിൽ ഫ്ലൈറ്റുകൾ ആദ്യം ബോംബെയിൽ 8 മണിക്കൂർ, അത് കഴിഞ്ഞ് ഫ്രാങ്ക്ഫർട്ടിൽ ഒരു 14 മണിക്കൂർ, അങ്ങനെ അടുക്കാനുള്ള സമയങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് അവിടം വരെ ജർമ്മനി വരെ ഏകദേശം 5 വയസ്സ് തൊട്ടുള്ള 15 വയസ്സുള്ള പരാതികൾ.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ സുബിയുടെ ജീവിതത്തിന്റെ കഥകൾ പറയാണ്. കഥകൾ കേട്ട് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും. അങ്ങനെ 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 പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കാൻ ഒരാളുണ്ടെന്ന് സുബിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു ഇഷ്ടം, അത് പ്രേമമൊന്നും പറയാൻ പറ്റില്ല അതിനാ. അങ്ങനെ സംസാരിച്ച് അങ്ങനെ അടുത്ത് അതാ ഞാൻ താമുഖത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രണയം, രാഹുലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളാണ്. അതെ, ഏജ് കഴിഞ്ഞു നമ്മളെ ഏജ്, ആ ഒരു വിവാഹം അങ്ങനെ നമ്മളൊരു കൗമാര പ്രണയത്തിന്റെ ഒന്നും കാലമല്ലായിരുന്നു. അതുകൊണ്ട് ഇവര് രണ്ടുപേരും വളരെ, എനിക്കൊന്ന് KS പ്രസാദേട്ടൻ അതിനുശേഷം അറിയായിരുന്നു തോന്നുന്നത് ആ സമയം. ഇല്ല, ഇത് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പിഷാരടിനോടൊന്ന് ഞാനും ചോദിക്കട്ടെ എന്നും പറഞ്ഞ് പിഷാരടിനെ വിളിച്ച്. വളരെ സപ്പോർട്ടായിരിക്കും രണ്ടുപേർക്കും, രണ്ടാളും. നമുക്കും ഇത് രാഹുലും അപ്പോൾ ഇച്ചിരി ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല, ആ സമയത്ത് മുഴുവൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോയിട്ടുള്ളതുകൊണ്ട് കഴിച്ചിട്ടില്ല. ആകാന്നുള്ള ഉത്തരം ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിഷാരടിയാണ് അതിനകത്തൊരു ഇത് പറയണത്. പിന്നെ ഇവരുടെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ വീടായിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ ഇപ്പോൾ പുതിയ റോഡ് വരുന്നതോടുകൂടി. അതെ, പക്ഷേ അങ്ങോട്ട് റെഡി ആയില്ല. പിന്നീട് ജാർഖണ്ഡ് ഷോ ഇപ്പോൾ പറഞ്ഞു, ജാർഖണ്ഡിലേക്ക് പോകുന്നു. അപ്പോഴും യൂട്യൂബിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ഇവരുടെ ഇതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ സാജൻ ചേട്ടൻ എടുക്കണം, സാജൻ ചേട്ടൻ എടുക്കാണ്ട് പരാതിയായത്. രണ്ടുപേരുടെയും വീഡിയോ ഞാൻ എടുക്കണം, രണ്ടുപേർക്കും യൂട്യൂബ് ചാനലുണ്ടേ, നീയും സൂബിയും കൂടി പൊക്കോ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിണക്കോയി എന്നോട്. ഈ മഞ്ഞപ്പിത്തം ഉണ്ടല്ലോ ആ സമയത്ത്, ഇത് വെച്ചോണ്ട് ഒരു വൻ മല, ഒരു ക്ഷേത്രം, ഈ ധോനിയുടെ ഒക്കെ വീടിരിക്കുന്ന സ്ഥലമാണത്, ക്രിക്കറ്റ് പ്ലെയർ അല്ലേ, അവിടെ കയറി കിതച്ച് ആണ്. അപ്പം ഞാൻ കരുതി അവിടെ നിന്ന് പോരാൻ പറ്റില്ല എന്ന് പറയും. കണ്ണ് ചെറുതായിട്ട് എല്ലോ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ തിരിച്ചു പോവാം. അത് അന്ന് വന്നിട്ട് അഡ്മിറ്റ് ആവണമെങ്കിൽ ഒന്നും കൂടി ഇതായനെ. പിന്നെ പെട്ടെന്ന് അഡ്മിറ്റായി ഒരു 25 ദിവസത്തോളം. അപ്പോൾ ഈ ഇപ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രോഗ്രാമും കൂടുതൽ നടക്കുന്ന സമയം ഞാനപ്പോൾ പ്രോഗ്രാമിന് പോകും. അത് കഴിഞ്ഞിട്ട് അമ്മ ആശുപത്രിയിലുണ്ട്, അച്ഛനുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലും. പിന്നെ ഈ പേപ്പറുകൾ റെഡിയാക്കാനൊക്കെ നമ്മൾ നടന്ന് കുറച്ച് കഷ്ടപ്പെട്ട്, എന്നാലിതേ ഇവരൊക്കെ സഹായിച്ച്. സുരേഷ് ചേട്ടൻ, ടിനി ചേട്ടൻ, എൽദോസ് കുന്നപ്പള്ളി. സുരേഷ് ചേട്ടൻ അത് സ്പീഡാക്കി. അതെ, ഒരു 7 ദിവസം കൊണ്ട് കിടക്കുന്ന ഒരു 3 ദിവസം കൊണ്ട് പെട്ടെന്ന് ആക്കി തന്നു സുരേഷ് ഗോപി ചേട്ടൻ. ശരിക്കും ഇതിന് ട്രാൻസ്പ്ലാന്റിന് ഒരു 3 മാസമൊക്കെ എടുക്കും. അസുഖം വരുന്ന ഏതൊരാൾക്കും മാറും എന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയിലാണ് സുബി ഇത് ആരെയും അറിയിക്കരുത് എന്ന് പറയുന്നത് അല്ലേ? അതല്ല, ഇതിനു മുമ്പ് 2 തവണ പോയപ്പോഴൊക്കെ പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് പ്രശ്നങ്ങളില്ലാതെ പോന്നിട്ടുണ്ട്. മൂന്നാമതും അങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച്, അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത്. അങ്ങനെയാണ്. അപ്പോൾ തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വന്നിട്ട് ഒരുപാട് പരിപാടികൾ പിടിച്ചു വെച്ചേക്കും, ഒത്തിരി പരിപാടി കേരളത്തിൽ അങ്ങോളം അങ്ങോളം നമ്മൾ കലാഭവന്റെ സ്ഥിരം ആർട്ടിസ്റ്റായി മാറി. നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മയോട് കേരളത്തിലുള്ള മിമിക്രി കലാകാരന്മാർക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ടുള്ള ഒരാൾ, ഞങ്ങളെയൊക്കെ വെച്ച് ഷോസ് കോർഡിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായി കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന, സുബിയോട് എങ്ങനെ സംസാരിക്കുന്നോ എങ്ങനെ പെരുമാറുന്നോ അതുപോലെയൊക്കെ തന്നെ പെരുമാറാവുന്ന ഒരാളാണ് അംബിക ആൻറ്റി. സുബിയുടെ അമ്മ അംബിക ആൻറ്റിയെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ പങ്ക്തിയിലേക്ക് ക്ഷണിക്കും. അംബിക ആൻറ്റി, ഞങ്ങളിങ്ങനെ സുബിയെ പറ്റി ഇങ്ങനെ സുബി സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു സുബിയെ പറ്റി പറഞ്ഞതിൻ്റെ ഇടയിൽ എവിടെയോ ഞാൻ പറഞ്ഞു, സുബിക്ക് ഒരു സെൽഫ്ലെസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് പറഞ്ഞത്. സുബി ഒരു സമയത്തും അവനവൻ എന്ന് പറയുന്നൊരു കാര്യം ചിന്തിച്ചിട്ടില്ല അല്ലേ? അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ആയിരുന്നോ അതോ? ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. എന്ത് കാര്യവും നമ്മളോട് ചോദിച്ചിട്ട്, എന്നിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പുള്ളിക്കാരത്തി പറഞ്ഞത് തന്നെ എടുക്കും, എങ്കിലും നമ്മളോട് ചോദിക്കാതെ ചെയ്യില്ല. പിന്നെ ചോദിക്കുന്ന ആളാണ് വിഷാരടിയെ വിളിച്ച് ചോദിക്കും. മറ്റേ സിനിമയിലൊക്കെ നടക്കുമ്പോൾ അന്നേരം പറഞ്ഞില്ല, ഡാൻസ് ചേച്ചോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയും. ഒരു പ്രോഗ്രാം വന്നാൽ ആദ്യം അവിടെ ചോദിക്കട്ടെ, സിനിമയുടെ ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളൊരു പ്രോഗ്രാം ഏറ്റാൽ അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി. അല്ലാതെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ നമ്മളോട് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഇവർക്ക് പാകായിൽ പിറ്റേ ദിവസം ഞാൻ തന്നെ മാറിക്കൊണ്ട് വന്നു കൊടുക്കണം. അത് ഭയങ്കര, ഈ പ്രോഗ്രാമിന് പോണതല്ലാണ്ട് എങ്ങനെ ഷോപ്പിങ്ങിന് പോണതൊക്കെ എന്നാൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും. സുബി സുരേഷ് എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയുടെ
ഓർമ്മകളുമായി അഭിനേതാവ്, ഹാസ്യതാരം, വേദികളിൽ ഒരുപാട് കൈഡികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട ജാഫർ ഖാൻ. ഞാൻ വിളിച്ചോണ്ടിരുന്നത് ചെറുക്കമ്പെണ്ണെന്നാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. അതായത് പെൺകുട്ടിയാണെങ്കിലും എനിക്കൊരു പയ്യനായിട്ട് അങ്ങനെ ഒരു ചൂടും ശുഷ്കാന്തിയും, സംസാരത്തിൽ വരെ നല്ല ആധികാരികതയും നല്ല ബഹുമാനവും. അവസാനം ഇവരുടെ മരണം നടക്കുമ്പോൾ ഞാൻ ദുബൈയിൽ നിവിൻ പോളിയുടെ പടത്തിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു അക്വേഷ്യ മരം നിൽപ്പുണ്ടായിരുന്നു എൻ്റെ പുറത്ത്. ഞാനത് ജനൽ തുറന്നിട്ട് അതിലേക്ക് നോക്കി നിന്നിട്ട് ഞാൻ അതിലിങ്ങനെ ആ കൊച്ചിനെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് 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 കുറച്ച് കരയുകയും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് സുബിയായിട്ടുള്ളത്. ഏതായാലും നിത്യശാന്തി കൊടുക്കട്ടെ. നമ്മുടെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, സ്വർഗത്തായിരിക്കും, അവിടെയും കലാകാരിയായിട്ട് ജീവിക്കട്ടെ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞു തരാനുണ്ട്, നമ്മൾ പല സമയത്ത് ഈ സുബിയോട് വിവാഹം കഴിക്കണം, സെറ്റിലാവണം, അവരവരുടെ കാര്യം നോക്കിക്കോളും, എല്ലാവർക്കും അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും സുബി വീട് നോക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ആൻറ്റി ഒരിക്കൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരും സമ്പാദിക്കണം അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത്തിരി റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. കുറച്ച് വീടൊക്കെ പണിത് വിൽക്കലും ഒക്കെ ഉണ്ടായി. ആ സമയത്ത് ഇഷ്ടമല്ല, പുള്ളിക്കാരത്തി നോക്കണം, ഞാൻ വീട് പുള്ളിക്കാരത്തേക്ക് നോക്കണം, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുതെന്നൊരു വാശിയുണ്ട്. അപ്പം കുഴപ്പമില്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഇന്ന എത്ര പൈസ കിട്ടി, അത് ഇന്ന സ്ഥലത്തുണ്ട്, കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ പുള്ളിക്കാരത്തി എന്താ വെച്ചാൽ ഇപ്പം കാലത്തെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഞങ്ങൾ ഈ സ്ഥലം നോക്കാനും വീട് പണിയിനടുത്തും ഒക്കെ ഇങ്ങനെ പോകും. 11 വീടോട്ടം വെച്ച് വിറ്റ് ഞങ്ങൾ. അപ്പം പോകുമ്പോൾ എണീക്കുമ്പോൾ ഇഷ്ടമല്ല ഞാനില്ലെങ്കിൽ. ഇന്നെവിടെയാ ദേഷ്യത്തിലാണ് ചോദിക്കുക. അപ്പം ഞാൻ പറയും ഞാനിപ്പോൾ വരാം എന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് തന്നെ നോക്കണം. ഞാൻ ജോലി ചെയ്യണ്ടെന്നായിരുന്നു. പിന്നെ കാനഡയിൽ വെച്ച് എന്നോട് തമാശയായിട്ടാണ് ചോദിച്ചു ഈ രാഹുൽ എന്നെ കെട്ടട്ടെ എന്ന് ചോദിക്കണു, തമാശയായിട്ടാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ മോനെ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. രാഹുൽ ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഒരു എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ജാർഖണ്ഡ് പ്രോഗ്രാം വന്നത്. അതിന് ആ ജാർഖണ്ഡ് പ്രോഗ്രാമിന് പോകണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞതാണ്. പോകണ്ട, ഒരു സുഖമില്ലാത്ത, അതായത് നോക്കിയപ്പോൾ ഇത്തിരി ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കാണുന്നുണ്ട്, പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, പോയി. ഡോക്ടറോട് ഇന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊക്കോ, സുബി നല്ല എനർജറ്റിക് അല്ലേ, സുബി പൊക്കോ എന്ന് പറഞ്ഞു. അതെന്ത് ഡോക്ടറാണെന്നാവോ. എന്നിട്ട് പോയി വന്നപ്പോൾ ഇവരിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടല്ലോ സുബി ഭയങ്കര ടയേർഡാണെന്ന് സാജനും രാഹുലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്ത് വന്ന് കാറിൽ കയറി ഞങ്ങൾ അങ്ങനെ അങ്ങ് നേരെ പോവുക ചെയ്ത്. ഹോസ്പിറ്റലിൽ ചെന്നു, റൂമിന് അവർ ഇതുകൊണ്ട് വന്നു, വീൽ ചെയർ കൊണ്ട് വന്നപ്പോൾ വേണ്ട ഞാൻ നടന്നു പോക്കോളാം. റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ശ്വാസം മുട്ട് വന്നു. അതായത് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ശ്വാസകോശത്തിന് ഇത്തിരി പ്രശ്നമുണ്ടായി. 2 പ്രാവശ്യം കൊറോണ വന്നു. അന്ന് ഒരിത്തിരി ശ്വാസം മുട്ടുണ്ട്. അപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ട്, ഇവരാണ് മറ്റേ ഇൻഹേലറൊക്കെ എടുത്ത് കൊടുക്കണത്. അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് റൂമിലേക്കങ്ങ് കയറി ശ്വാസം മുട്ട് വന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മളൊരു സ്പ്രേ ഒക്കെ അടിച്ചാൽ മതി. ഇത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും കൂടെ ഓടി വന്ന് ഓക്സിജനൊക്കെ വെച്ചിട്ട് നേരെ ICUവിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ 25 ദിവസം ICUവിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച മുതൽ നമുക്ക് പുതിയ പ്രോഗ്രാം തുടങ്ങാം സുബിയെ വെച്ചിട്ട്. സുബിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ 10 ദിവസത്തെ വെയിറ്റിംഗ് ആണ്. അത് ഒരു ചാറ്റ് ഷോ ആണ്, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അത് അവൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ട് മതി, ആസ്പത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ പറഞ്ഞു 15 ബിൽറൂബിയൻ, പിന്നെ ദിവസം 25. അപ്പോൾ അവർക്കറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് B ആണ്. അപ്പോൾ ഇത് അവർക്കറിയാം, ഡോക്ടർമാർക്കറിയാം. പിന്നെ അവരവിടെ ഇട്ടുകൊണ്ടിരുന്ന് ആദ്യം കിഡ്നിമ ബാധിച്ച് ഡയാലിസിസ് ചെയ്ത് പിന്നെ വെന്റിലേറ്ററിലാക്കി. അത് കഴിഞ്ഞാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് കുറേ ഓടി അതെല്ലാം ശരിയാക്കി. ഹൈബീഡനൊക്കെ വന്ന് എല്ലാവരും സഹായിച്ചു. സുരേഷ് ഗോപി സാറ് എപ്പോഴും ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തു, എല്ലാം ഞങ്ങൾ ശരിയാക്കി. പക്ഷെ നമുക്ക് യോഗം ഉണ്ടായില്ല. എനിക്ക് ഈ സുബി മരിക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറേണ്ട. അപ്പോൾ അന്നത്തെ സുബീനെ നമ്മൾ അന്നോളം കണ്ടിട്ടുള്ളതിനേക്കാളും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷ ഉണ്ടെന്നുള്ളത്.
പക്ഷെ അന്നത്തെ സുബി, ഞാൻ ആദ്യമായിട്ട് സുബീനെ അങ്ങനെ അല്ലാണ്ട് കണ്ട, സുബിക്കൊരു ബോധ്യം വന്ന പോലെ. സുബി നമ്മളെ ഇന്നലെ എന്നെ കണ്ടിട്ട് കൈകൂപ്പിയിട്ട് തൊഴുതിട്ടേ ഇല്ല സുബി. നമ്മളെ കാണുമ്പോൾ ഹലോ ഹലോ എന്നൊക്കെ അല്ലേ പറയണം. അപ്പൊ സുബീനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അന്ന്, തൊഴുതു. എന്നിട്ട് ഇച്ചിരി ആരോഗ്യമുണ്ട്, സുഖമല്ലേ എന്നുള്ള കണക്കിൽ ഞാൻ എല്ലാവരും പുറത്തുണ്ട്, ടെൻഷനുകളൊന്നുമില്ല, നമ്മൾ പുറത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒരു ടെൻഷനും അടിക്കണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവൻ്റെ ബോഡിയെക്കുറിച്ച് എന്തൊക്കെ വന്നാലും അവനൊരു ബോധ്യമുണ്ടാവില്ല. എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് സുബിയെ എനിക്ക് അങ്ങനെ എനിക്ക് കയറണ്ടായിരുന്നതൊക്കെ എനിക്ക് പിന്നെ തോന്നി. കാരണം നമ്മുടെ മനസ്സിലുള്ള ആളല്ലാത്ത ഒരാളായിട്ട് ഒരു മിനിറ്റ് സുബിയെ അന്ന് കണ്ടു. അതിൻ്റെ അന്നോടുകൂടിയൊക്കെയാണ് സുബി ആശുപത്രിയിലാണെന്നുള്ളത് ഒരുവിധം ആളുകൾ അറിയുന്നത്. അതുവരെയും ഇത് ആർക്കും അറിയില്ലായിരുന്നു. 1-2 ദിവസം മുൻപാണ് അറിയുന്നത്. 2 ദിവസം മുമ്പ് അറിയുന്നത്. എല്ലാ ചാനലിലും ചെന്നാ പറയും എന്നെ പൈസ മേടിക്കാൻ പഠിപ്പിച്ചത് പിഷാരടിയാണ്. പിഷാരടി പറയും നിന്റെ വില നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നീ ഇനി 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒന്നും പോകരുതെന്ന് പറഞ്ഞ് പിഷാരടി. സുബിക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റിലേക്ക് എത്തിക്കുന്നതിനകത്ത് എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഈ വീട് പണിയുന്ന സമയത്ത് കംപ്ലീറ്റ് എൻ്റെ ഷോകൾ നല്ലോണം ചെയ്യുന്ന സമയമാണ്. അപ്പൊ സുബീനെ ഇപ്പം നമ്മളൊരു റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ സുബീനെ നമ്മൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം വേറെ ഏതെങ്കിലും ഒരു ഏജന്റ് വേറെ ആരെങ്കിലും ഒക്കെ സുബിയുടെ വിളിച്ചിട്ട് കുറച്ച് കഥയൊക്കെ പറയും. അവൻ 10 രൂപ കുറയ്ക്കും. അവൻ 10 രൂപ കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് 5 രൂപ കുറയ്ക്കും. അവസാനം കുറച്ച് സുബി വളരെ കുറച്ച് പൈസക്ക്. ഇതൊന്നും അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഇടയിൽ നിൽക്കുന്നവൻ എടുക്കുകയാണ് ഈ പൈസ. പിഷാരടി പറഞ്ഞു ഇനി നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പിഷാരടി പറഞ്ഞാൽ എന്തും കേൾക്കും. പരിപാടി പിടിക്കണ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണോന്നൊക്കെ പറയും. അത് നമ്മൾ കൊടുക്കും. അല്ലാതെ ഒരു സമയത്ത് ഇരുത്തി യാത്രകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു സുബി അത് ഇന്ന പോലെയാണ്, നമ്മൾ മര്യാദകൾ വേണം. നമ്മൾ പൈസ പറയുന്നതിന് മര്യാദ വേണം. പാവപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഫനേജിന്റെ പരിപാടിക്ക് അല്ല, അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം. പൈസ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ നിർബന്ധമായൊരു നിശ്ചിത അളവിൽ പാവങ്ങൾക്ക് ചാരിറ്റി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല പ്രോഗ്രാം വെച്ചിട്ട് ഒരു പ്ലേറ്റിന് 2000 രൂപയുടെ ബൊഫേ ഉള്ള പരിപാടിക്ക് സുബിക്ക് 5 രൂപയേ ഉള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിത് നമ്പേണ്ട ആവശ്യമില്ലല്ലോ. അതെന്ന് വെച്ചാൽ സിനിമയല്ല, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര ഭ്രാന്തായിരുന്നു. ഈ വെട്ടം പടത്തിൽ ശരിക്കും സുബി വരേണ്ടതാണ്. ആ ശ്വേത കളിക്കേണ്ട ഡാൻസ് സുബി കളിക്കേണ്ടതാണ്. കാരണം കൈരളിയുടെ ഒരു ഷോ 10ാം വാർഷികം കണ്ടു ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ദിലീപ് ഉണ്ട്. അപ്പോൾ വിനായകനും സുബി കളിക്കണാണ്ട് ദിലീപ് അന്തം വിട്ടുന്നു. ഈ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂവിൽ ദിലീപ് പറയണ്ടായി വിനായകനും സുബിയെ പോലത്തെ ഡാൻസുകാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ഊട്ടിക്ക് പോയി വെട്ടം പടത്തിന്. അപ്പോൾ അതിൽ ഇങ്ങനെ ദിലീപിൻ്റെ പെങ്ങളായിട്ടൊരു വേഷമുണ്ട്. അപ്പോൾ അവരെ കൊണ്ടാണ് ഡാൻസ്, അത് സുബിയെ കൊണ്ട് ഡാൻസ് ഒക്കെ ഇതിൽ ഡാൻസ് ഉണ്ട്. എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. അവൾ പറയണം അമ്മ എന്തെങ്കിലും പറഞ്ഞൊഴിയേ, അത് ഇഷ്ടമല്ല പോണത്, സിനിമയ്ക്ക് പോണത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ എന്തോരം പടങ്ങൾ മാക്സിമം ഒഴിവാക്കും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും പോയി ചെയ്യും. അങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊരു വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അമ്പിയൻ്റെ ഒന്നും കാര്യം പറയുന്നില്ല. ഒരു സംസ്ഥാനം മുഴുവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എനിക്കോട്ട് ഇനിച്ചേട്ടനോ ഒരാഴ്ച മുമ്പ് ഒരു ചെറിയ സൂചനയിലേക്ക് ഞാനൊരു 12 ദിവസം മുമ്പാണ് വരുന്നത്. അന്ന് മുതൽ പിന്നെ രാഹുലും ഞാനും തമ്മിലാണ് പിന്നെ അമ്മയായിട്ട് വിളിക്കുമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇത്രയും അവർ പറയണ കാശ് കെട്ടണു, ഇത്രയും കാശ് ചെലവാക്കണു, അപ്പൊ തിരിച്ചു കിട്ടുന്നുള്ള എനിക്കങ്ങനെ ഒരു ചിന്തയെ പോയിട്ടില്ല. 1.5 ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ 2 ഇഞ്ചക്ഷനോ 3 ഇഞ്ചക്ഷനോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ എടുത്തോ, എനിക്ക് ആളെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. പക്ഷേ ഡോക്ടർമാരെ അവസാനത്തെ ദിവസം ഞാൻ ഈ പൈസ കെട്ടാൻ പറഞ്ഞിട്ട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്ന് ഒരാളോട് പൈസ എടുത്തു വച്ചേക്കാൻ പറഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു വേഗം വരണം, 4 മണിക്ക് എത്തണം. ഞാൻ 4 മണിക്ക് എത്തൂല, 4:30 എത്താമെന്ന്. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ശ്വാസകോശത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ടേബിളിൽ തന്നെ വെച്ച് വല്ലതും സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പോലും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. എനിക്ക് അത് കണ്ടു. അച്ഛനെ അറിയാം, ഇത് ചികിത്സിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, ഇത് ചികിത്സിച്ച് മാറിക്കഴിയുമ്പോഴത്തേക്കും ചെയ്യാലോ. സുബിക്കും അന്നാണ് നമ്മൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, സുബിക്ക് ബോധ്യമുണ്ടായിരുന്നു. നിങ്ങളെല്ലാം നമുക്കറിയാം, നമുക്ക് പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറയുമ്പോഴും സുബിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാനൊരു കോൺഫിഡൻസ് ഇല്ലാത്ത സുബിയെ ഒരു സെക്കൻഡെങ്കിലും ആദ്യം കാണുന്നത്, നമ്മൾ ഇത്രയും നാളത്തെ
ബന്ധത്തിൽ ആദ്യം കാണുന്നത് ഈ സിറ്റുവേഷനിൽ സുബിക്ക് അങ്ങനെ ഒരു ഉൾവിളി വന്ന പോലെയാണ്? എന്താ ചെന്നപ്പോൾ മുതൽ ഒന്ന് തിരിച്ചൊന്നും കിടത്തൂല. എന്നിട്ട് ലാസ്റ്റ് വാട്ടർ ബെഡ് കൊണ്ടുവന്നിട്ട് അതിലൊക്കെ അപ്പോൾ അവൾക്ക് സംശയമായി തോന്നുന്നു. അപ്പം ഇല്ല, അന്നേരം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ മാറുന്നുള്ളതാണ് ചിന്തിച്ചേക്കണത്. അന്നേരം അവിടെ കിടന്നുകൊണ്ട് അമ്മ എവിടെ നിന്ന് കാശുണ്ടാക്കും, ഇതിന് എന്തോരം പൈസ വേണമെന്ന് ഓർത്താ. അപ്പോൾ 25 ലക്ഷം അതിന് വേണ്ടി കെട്ടണമെന്ന് പറഞ്ഞു. ബാക്കി പിന്നെ ഉണ്ട് ചിലവുകൾ. അപ്പം ഞാൻ പറഞ്ഞു നീ അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ. അങ്ങനെ പക്ഷെ അവള് അങ്ങനെയൊക്കെ ചിന്തിച്ചു അവിടെ കിടന്നു. ആന്റിയായിട്ടുള്ള ഒരു ബോണ്ട് എവിടെ പോയാലും രണ്ടു നേരം ഫോൺ ചെയ്യും കൃത്യമായിട്ട്. ആ ഫോണൊന്നും എടുക്കാൻ വൈകിയാൽ ഞാൻ ഇത്രയും ദൂരത്ത് കിടന്ന് പണിയെടുക്കണ്, എന്നിട്ട് ഫോൺ എടുക്കാൻ നേരം നിന്ന് വഴക്കും പറയും. വഴക്ക് പറയണതൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല നമുക്ക് എല്ലാവർക്കും തമ്മിലുള്ള നമ്മള് കാണുന്നതാണല്ലോ. രാഹുലിലേക്ക് തിരിച്ചു വന്ന രാഹുൽ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 25 ദിവസവും ആശുപത്രിയിൽ നിന്ന ഒരാളാണ് രാഹുൽ. അതുമെല്ലാം ഒരു ഒരുപക്ഷെ സുബി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് രാഹുൽ അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ആ സമയത്ത് സുബിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ആ ഒരു ഓർമ്മകളിൽ കൂടെ ആണല്ലോ നിന്നത്. രാഹുൽ നിന്നതും ചെയ്തതും എല്ലാം വലിയ കാര്യങ്ങളാണ്. അത് എന്നെ ഇപ്പൊ അത്ഭുതപ്പെടുന്ന പിഷാരടിക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ എപ്പിസോഡ്. ഇത് ഈ ഒരു പരിപാടിയുടെ സ്വഭാവം ഇതാണ്. അങ്ങനെ തീരുമാനിച്ചു തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. സുബിയോടൊപ്പം ഒരുപാട് ടെലിവിഷൻ എപ്പിസോഡുകൾ, ഒരുപാട് വേദികളെല്ലാം ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്ത്, സഹപ്രവർത്തകൻ, പ്രിയപ്പെട്ട ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ. സിനിമാല എന്ന പ്രോഗ്രാമിലൂടെ ആണ് സുബിയെ ഞാൻ ആദ്യമായി കാണുന്നത്. എന്തൊരു ക്യാരക്ടർ ഒരു റോളാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുകയും ചെയ്യും. അത് 10 മടങ്ങ് പെർഫോമൻസ് നമുക്ക് റിട്ടേൺ ഓഡിയൻസിന് കൊടുക്കാൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു സുബി. ഒരു പ്രത്യേക ഒരു എനർജിക്കാണ് ആൾ, ഭയങ്കര എനർജിയാണ് സുബി. ഇപ്പോൾ ഞാനൊരു ഷോയ്ക്കൊക്കെ പോകുമ്പോഴും ഞാനൊക്കെ വളരെ ഡള്ളായിട്ടിരിക്കുമ്പോഴും വന്നിട്ട് മാട്ടൂസേ എന്താ മാട്ടൂസ് എങ്ങനെ വെറുതെ ഇരിക്കണേ, എന്തൊന്ന് ആക്റ്റീവ് ആവ് എന്ന് പറയും. കാരണം എന്നെ മാട്ടൂസേ എന്ന് വിളിക്കുള്ളൂ. കാരണം അത്രയും നമുക്ക് ഒരു ബലം തരുന്ന, ഭയങ്കര ഊർജം പകരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സുബി. സിനിമാല എന്ന പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പെയറായിട്ട് ചെയ്തിരിക്കുന്നത് ഞാനും സുബിയാണ്. കാരണം ഒരു ഭർത്താവ് ഞാനാണ് പ്ലാൻ ചെയ്തതെങ്കിൽ, ഡയാന പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ സുബി ആയിരിക്കും. അങ്ങനെ ഒത്തിരി ഒരുപാട് ഹിറ്റ് എപ്പിസോഡുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിദേശത്താണെങ്കിലും സ്റ്റേജ് ഷോകളിലെല്ലാം ഇത്രയും നല്ല ഡാൻസിന് ഡാൻസ്, പിന്നെ സ്കിറ്റിന് സ്പോണ്ടേനിയസ് ആയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിലില്ലാത്ത സംഭവമാണെങ്കിൽ തന്നെയും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സുബി അത് നേരെ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാനുള്ള ആ ഒരു ഡയലോഗ്സൊക്കെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ട് എത്തിച്ചു തരുന്ന ഒരു വളരെ ഭയങ്കര ഒരു അതെന്താ പറയുക, ഒരു പ്രത്യേകതരം ടാലൻ്റാണ് ദൈവം അനുഗ്രഹിച്ച് ആ കലാകാരിക്ക് കൊടുത്തത്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒരുപടി കണ്ണീർ പൂക്കൾ ഞാൻ സമർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട്, നമ്മൾ ഈ സുബി പല കാര്യങ്ങളിലും നമ്മളോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ടിനിച്ചേട്ടനോടും എല്ലാവരോടും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തക എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പം സുബിക്ക് പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിവാഹം കഴിക്കണം, ഇന്ന പോലെ മാറണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത പോലെ ഒരു കാര്യം കൂടെ പറയുന്നത്, രാഹുൽ ഒരു ടെലിവിഷൻ പരിപാടി രാഹുലിനെ കണ്ടു. സുബി വിയോഗം ഉണ്ടായ ദിവസം നമ്മൾ കണ്ടു. ഇപ്പോഴും അംബിക ആൻറ്റിയായിട്ട് നല്ല ബന്ധമുണ്ട്, നമ്മളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഒരു വലിയ പ്രണയകാലമൊന്നും നിങ്ങൾക്കിടയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ല, വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനം വാക്കാൽ പറഞ്ഞതാണ്. അത് ഞാൻ സുബിയായിട്ടുള്ള ഇത്രയും കാലത്തെ ബന്ധത്തിൽ ആദ്യമായിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് കാണുന്നതുമാണ്. അപ്പം ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന, നമ്മുടെ സുബിയുടെ ഓർമ്മകൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സമയത്ത് സുബിയോടൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ സുഹൃത്തെന്നുള്ള നിലയിൽ ഒരുപക്ഷെ അംബിക ആൻറ്റിയോ അല്ലെങ്കിൽ സുബിയോ ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാഹുൽ വളരെ മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇനി രാഹുലിനെ ഒന്ന് കല്യാണം കഴിക്കണം. ഇതിപ്പോ എന്റെ മോൻ തന്നെയല്ലേ, രാഹുലിനെ കല്യാണം കഴിപ്പിക്കണം. അതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. എന്നെ എന്നും വിളിക്കും, വന്ന് അന്വേഷിക്കും. അങ്ങനെ തന്നെ എനിക്കൊരു മോനെ, എന്റെ മോള് പോയപ്പോ ഒരു മോനെ തന്നിട്ട് പോയിന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്താ ആവശ്യമുള്ളതെന്ന് ചോദിക്കും. രാഹുൽ അതിനൊരു തീരുമാനമായിട്ട് എടുക്കണം. രാഹുൽ നമുക്ക്
അതൊരു ഫിക്സ് ചെയ്തു, അംബികാൻ്റെ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ അന്വേഷിക്കാണ്ട് ഏ? ഇവരൊക്കെ അന്വേഷിക്കണം. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കാരണം അമ്മ മാത്രല്ലേ ഉള്ളൂ. അതെ അതെ. ആ വീട്ടിൽ ഞാൻ അമ്മ മാത്രം. രാഹുലിന് അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളീ പറയുന്ന ആ ഒരു ഘട്ടങ്ങളെല്ലാം നമ്മളെപ്പോഴും ഈവൻ ദിസ് വിൽ പാസ് അവേ എന്ന് പറയും. ആ ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ സുബിക്കാണേലും അംബികാൻ്റിക്കാണേലും നമ്മൾക്കെല്ലാം പറയുന്ന പോലെ രാഹുൽ അതിനകത്തൊരു മെന്റൽ ബ്ലോക്ക് ഇനി വരരുത്. അല്ല, സുബിക്ക് സന്തോഷാവുള്ളൂ. ഇപ്പൊ ഞാൻ കാരണം അവന്റെ ജീവിതം കളഞ്ഞു എന്നൊരു തോന്നല് വരില്ലല്ലോ. അതെ. സുബിക്ക് എവിടെ ഇരുന്നാലും അത് സന്തോഷാവുള്ളൂ. സന്തോഷമുള്ളൂ. അപ്പം ആ ഒരു നോട്ടിൽ ടീനിച്ചേട്ടൻ ഇപ്പൊ ചോദിച്ചതുപോലെ ഈ എപ്പിസോഡ് നമുക്ക് കുറച്ചുകൂടെ വൈകാരികമായ അടുപ്പമുള്ള ഒരു എപ്പിസോഡാണ്. ഓർമ്മയിൽ നിന്നും സുബി പര്യവസാനിക്കുന്നതിന് മുമ്പ് ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും സുബിയുടെ ഈ ലക്കമയുടെ അവസാനിക്കുമ്പോൾ അംബിക ആന്റിക്ക്, സുബിയുടെ അമ്മയ്ക്ക് അമൃത TV നൽകുന്ന ഒരു ചെറിയ ഉപഹാരം. സാധാരണ ഇവിടെയുള്ള അതിഥികളാണ്, ഒപ്പമുള്ള ഏതെങ്കിലും ഒരു അതിഥിയായിരിക്കും ഈ ഉപഹാരം നൽകുക. ഇത് ഞങ്ങളെല്ലാവരും ചേർന്ന് സുബിയുടെ അമ്മയ്ക്ക് നൽകുന്നു. രാഹുൽ, പ്രജോട്ടാ, ടീനിച്ചേട്ടാ, ഷാൻ ചേട്ടാ, വാ. ഇതുപോലെയുള്ള ടെലിവിഷൻ ഫ്ലോറുകളിൽ, ക്യാമറയ്ക്ക് മുന്നിൽ, വേദികളിൽ എല്ലാം ഒരുപാട് കാലം ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തക, സുഹൃത്ത്, കൂട്ടുകാരി, സർവോപരി ഒരു മികച്ച കലാകാരി സുബി സുരേഷ്. ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ എപ്പിസോഡ് വ്യക്തിപരമായി ഈ എപ്പിസോഡിന്റെ പല ഭാഗങ്ങളിൽ പറഞ്ഞ പോലെ വളരെ വൈകാരികമായ അടുപ്പമുള്ള ഒരു എപ്പിസോഡാണ്. ഓർമ്മയിലെന്നും സുബി സുരേഷ് പര്യവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട മറ്റൊരാളുടെ ഓർമ്മകളിലേക്ക്.